3 പുരുഷന്മാരും ഒരു അമ്മയുമാണ് ആ പാറക്കെട്ടിൽ പെട്ടുപോയത്. ഇപ്പോൾ ആ അമ്മയെ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുരുഷന്മാരിൽ ഒരാളെ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പാലക്കാട്. അഗ്നിരക്ഷാ സംഘം അവരുടെ വൈദഗ്ധ്യം അത്രയും എടുത്തുകൊണ്ട് കാര്യം അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഈ പാറക്കെട്ടും ആ കരയുമായി അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അങ്ങോട്ടേക്ക് നീന്തി തന്നെയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് പോയി ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഓരോരുത്തരെ കരയിലേക്ക് എത്തിക്കുന്നത്. നിഖിൽ പ്രമേശ്വരുന്നു. നിഖിൽ, ഇപ്പോൾ എത്ര പേരെ കരയിലെത്തിക്കാൻ കഴിഞ്ഞു? ഒരാളെ കൂടിയേ കരക്കെത്തിക്കാനുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ 4 പേരിൽ സ്ത്രീയെ കരക്കെത്തിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറോളായി ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 3 പേരെ ഇതിനോടകം തന്നെ കരക്കെത്തിച്ചു കഴിഞ്ഞു. ഇനി ഒരാളെ കൂടിയേ കരക്കെത്തിക്കാനുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടം ഉപയോഗിച്ചാണ് ഫയർഫോഴ്സ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഴയിലെ ജലനിരപ്പ് ഇങ്ങനെ ക്രമാതീതമായി ഉയരുന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മാറുന്നത്. എന്തായാലും മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അത് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് കൃത്യമായ അറിവില്ലാതെയാണോ ഈ പുഴയിലേക്ക് ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ 4 പേർക്ക് കരക്കെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം. ഈ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവരെ ഈ ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് അതോടൊപ്പം തന്നെ വടം കെട്ടിയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നിൽ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, നടുക്ക് ഈ കുടുങ്ങിപ്പോയ ആൾ തൊട്ടുപുറകിലായി മറ്റൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പൂർണ്ണമായ സുരക്ഷ അവർക്ക് ഉറപ്പാക്കിയ ശേഷമാണ് 4 പേരെയും കരക്കെത്തിക്കുന്നത്. ഇവർ കുളിക്കുന്നതിനിടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു പാറയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ഒരു പാറയ്ക്ക് മുകളിൽ പിടിച്ചു നിന്നാണ്. അവിടെ നമ്മൾ നേരത്തെ മുമ്പിലൊക്കെ കണ്ട പോലെ അത്തരത്തിൽ തന്നെ ഒരു വലിയ ഒഴുക്കി അവർ കുടുങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. സത്യത്തിൽ ആ പാറയ്ക്ക് മുകളിൽ കയറി നിന്നതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അത് കണ്ടാണ് ദേശവാസികളായിട്ടുള്ള ആളുകൾ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതും അവരെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് ഫയർഫോഴ്സ് സംഘം എത്തിച്ചേർന്നതും. ഇനിയിപ്പോൾ അധികം വൈകാതെ അധിക താമസം എടുക്കാതെ തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിവരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. കാശ്മീർ പാലക്കാട് പെരുമഴ തുടരുക തന്നെയാണോ നിഖിൽ? കാശ്മീർ നല്ല മഴയാണ് പാലക്കാട് പൂർണ്ണമായും പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഈ വൃഷ്ടി പ്രദേശങ്ങളിലും അതിശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കാതെയാണ്, അതായത് ആദ്യഘട്ടത്തിൽ ഈ പുഴയിൽ ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാൾ വളരെ വേഗത്തിൽ ഇത് ഉയരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം സമയം അവർ അവിടെ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 1 മണിക്കൂറോളം അവർ കുടുങ്ങിക്കിടക്കുകയാണ്. 1 മണിക്കൂറിലധികമായി 12:30 മണിയോട് കൂടിയാണ് അവർ ഈ പുഴയിൽ കുടുങ്ങിപ്പോയത്. അതിപ്പോഴും തുടരുകയാണ്. പൂർണ്ണമായി 4 പേരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 പേരെ ഇതിനോടൊപ്പം തന്നെ കരക്കെത്തിച്ചു കഴിഞ്ഞു. ഒരാളെ ഈ വടം കെട്ടി കരക്കെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കൂടി മാത്രമാണ് ഇനിയിപ്പോൾ കരയിലേക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് പുഴയിൽ ഇറങ്ങിയ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ മഴ ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ ഒന്നും തന്നെ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയതാണ്. അത് ലംഘിച്ചതാണ് ഇപ്പോൾ തിരിച്ചടിയായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം ഇനി മുഴുവൻ പേരെയും കരക്കെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള ആ ഫയർഫോഴ്സിന്റെ അഗ്നിരക്ഷാ സേനയുടെ ഏറ്റവും മിടുക്കരായ ഉദ്യോഗസ്ഥർക്ക് പോലും എനിക്ക് തോന്നുന്നു ഈ പാർക്കെട്ടിന് അടുത്തേക്ക് എത്താൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സാഹസികമായ രക്ഷാദൗത്യമാണ് നിഖിൽ. തീർച്ചയായിട്ടും കാശ്മീർ ഈ മൂലക്കര റെഗുലേറ്ററിന്റെ ഷട്ടർ കൂടി തുറന്നതാണ് തിരിച്ചടിയായത്. കാരണം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൂടുതൽ ജലം ചിറ്റൂർ പുഴയിലേക്ക് എത്തും. അതാണ് ഇപ്പോൾ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമാക്കിയത്. ഒന്നാമത് വൃഷ്ടിപ്രദേശത്ത് നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ജലവും എത്തിച്ചേരുന്നത് ചിറ്റൂർ പുഴയിലേക്കാണ്. അതോടൊപ്പം തന്നെ ഈ മൂലക്കര റെഗുലേറ്റർ തുറന്നതിന്റെയും വെള്ളം ഒരുമിച്ച് ഈ പുഴയിലേക്ക് എത്തുമ്പോൾ അതാണ് ഏറ്റവും അധികം തിരിച്ചടിയായത് എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനിയിപ്പോൾ ഒരാളെ കൂടി 3 പേരെ ഇതിനോടൊപ്പം തന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പോ ഒരാളെ കൂടി മാത്രമേ കരയിലേക്ക് എത്തിക്കാനുള്ളൂ. ആ ദൗത്യമാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് തത്സമയം തന്നെ നൽകാൻ കഴിയും. ഇനിയിപ്പോ ഒരാളെ കൂടി മാത്രമേ പുറത്തേക്ക് എത്തിക്കാനുള്ളൂ. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ജലനിരപ്പ് ഓരോ നിമിഷവും ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും രക്ഷാപ്രവർത്തനത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ്. എന്തായാലും 3 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരാളെ കൂടി മാത്രമേ കരക്കെത്തിക്കാനുള്ളൂ. കാശ്മീർ നിഖിൽ പ്രമേഷാണ് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 3 പേരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ 4 പേരെ രക്ഷപ്പെടുത്തിയതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. 3 പേരെ രക്ഷപ്പെടുത്തി ഇനി ഒരാൾ കൂടിയാണ് ആ പാറക്കെട്ടിൽ ബാക്കിയുള്ളത്. എളുപ്പമല്ല രക്ഷാദൗത്യം എന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം.
പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു, പുഴയിൽ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ നിഖിലടക്കം പറഞ്ഞതുപോലെ ഇത് മുന്നോട്ട് ഈ ദൃശ്യങ്ങൾ കൃത്യമായ മുന്നറിയിപ്പാണ്. മഴക്കാലത്ത് ഏതെങ്കിലും തരത്തിൽ നമുക്കിനി എത്ര പരിചയമുള്ള പുഴയാണെങ്കിലും എത്ര പരിചയമുള്ള വെള്ളമാണെങ്കിലും അങ്ങോട്ടേക്ക് ഈ സമയത്ത് ഇറങ്ങാതിരിക്കുക. കാര്യം അത് പെട്ടെന്ന് അപരിചിതമാവണ്ണം ജലം കയറി വരുന്ന ദൃശ്യങ്ങൾ പലയാവർ നമ്മൾ എക്സാക്ട്ലി മുംബൈയിലെ ആ ദൃശ്യങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാഗ്യം ഇതിനകത്തൊരു ഭാഗ്യത്തിൻ്റെ എലമെൻ്റ് ഉണ്ട് എന്ന് ഒഴിച്ചു നിർത്തി എക്സാക്ട്ലി ആ മുംബൈ ദൃശ്യങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദൃശ്യങ്ങളും. എന്തായാലും വളരെ പെട്ടെന്ന് ആളുകൾ കണ്ടു ഇവരവിടെ അവിടെ കുടുങ്ങിപ്പോയത്. വളരെ പെട്ടെന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി വളരെ പെട്ടെന്ന് രക്ഷാദൗത്യം തുടരുകയും അത് അതിൻ്റെ അന്തിമ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയുമാണ്. 3 പേരെ രക്ഷപ്പെടുത്തി. ഇനി ഒരാളെ കൂടി മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ കരയിലുണ്ട്. നാട്ടുകാരുണ്ട്. അഗ്നിരക്ഷാ സംഘത്തിൻ്റെ വലിയ ഒരു ടീം അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒഴുക്കിൽ കൂടി നീന്തിപ്പോയി തന്നെയാണ്, കയറിട്ട് അതിൽ പിടിച്ച് നീന്തിപ്പോയി തന്നെയാണ് ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് അവരെ കരയിലേക്ക് എത്തിച്ചത്. അതിൽ ഒരു പ്രായമുള്ള ഒരമ്മയുണ്ടായിരുന്നു. അമ്മയാണ് ആദ്യം കരക്കെത്തിച്ചത്. ബാക്കി 3 പുരുഷന്മാരിൽ 2 പേരെ കരക്കെത്തിച്ചു. ഒരാളെ കൂടിയാണ് ഇനിയിപ്പോൾ കരക്കെത്തിക്കാനുള്ളത്. ഒരിക്കൽ കൂടി പറയുന്നത്, ഇത് മഴക്കാലമാണ്. ജലാശയങ്ങൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ജലാശയങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് പുഴയിൽ കുളിക്കാൻ എന്തായാലും ഇറങ്ങാതിരിക്കുക. നിഖിൽ പ്രമേഷ് തുടരുന്നു. നിഖിൽ, 4ാമത്തെ ആളെ കൂടി രക്ഷപ്പെടുത്തി തോന്നുന്നു അല്ലേ? 4ാമത്തെ ആളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി കരയിലേക്ക് എത്തിച്ചിട്ടില്ല. നമുക്ക് ഔദ്യോഗികമായി PRDയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ ഫയർഫോഴ്സ് സംഘത്തിന്റെ അപ്ഡേറ്റ് അവർ അറിയിക്കുന്നുണ്ട്. 4 അംഗ സംഘത്തിൽ 3 പേരെ രക്ഷപ്പെടുത്തിയതായാണ് ഫയർഫോഴ്സ് സംഘം അറിയിക്കുന്നത്. ഒരാളെ വടം കെട്ടിപ്പോൾ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി അദ്ദേഹം കരക്കെത്തിയിട്ടില്ല. അതിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം, ആ സ്ത്രീയെ, പ്രായമായിട്ടുള്ള വയോധികയെ അടക്കം ഇതിനോടകം തന്നെ കരക്കെത്തിച്ചു എന്നുള്ളതാണ്. അത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അവരടക്കമാണ് അവിടെ അകപ്പെട്ടു പോയത്. അവരെ ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കുറച്ച് പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വലിയൊരു ആൾക്കൂട്ടം തന്നെ അവിടെ സംഭരിച്ചിട്ടുണ്ട്. സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് രക്ഷയായത്. കാരണം അവർ അവിടെ വളരെ വേഗത്തിൽ എത്തിച്ചേർന്ന് അവർ തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വിവരം അറിയിച്ചതും കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തിച്ചതും ഒക്കെ അവർ തന്നെയാണ്. ഇപ്പൊ ജില്ലയിൽ മഴ ഇങ്ങനെ വീണ്ടും ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേരിയ തോതിൽ ഒരു തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി ഒരാളെ കൂടി മാത്രമേ കരക്കെത്തിക്കാനുള്ളൂ. അതിന്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ 4ാമത്തെ ആളെ കൂടി കരക്കെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേരെ, ഇപ്പോൾ 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഇതിൽ അകപ്പെട്ടിരുന്നത്. അതിൽ 3 പേരെ ഇതിനോടകം തന്നെ കരക്കെത്തിച്ചു കഴിഞ്ഞു. അതിൽ ഈ വൃദ്ധ ഉൾപ്പെടുന്നുണ്ട്. ബാക്കി ഇനി ഒരാളെ കൂടിയാണ് രക്ഷിക്കാനുള്ളത്. അതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അദ്ദേഹത്തെയും വടം കെട്ടി ഈ ജാക്കറ്റ് ധരിപ്പിച്ച് സുരക്ഷിതനായി പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം അദ്ദേഹവും കരക്കെത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇവർക്ക് വൈദ്യസഹായമോ മറ്റോ ആവശ്യമുണ്ടോ എന്ന് ഇതിനോടകം തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവർക്കില്ല എന്നാണ് അറിയിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി അവരെ കരയിലേക്ക് മാറ്റി അത് ലഭ്യമാണെങ്കിൽ അതിനുള്ള സൗകര്യവും ആംബുലൻസും ഉൾപ്പെടെയും ഇതിനോടകം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അതിപ്പോൾ നിലവിൽ ആവശ്യമില്ല എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അപ്പോൾ ഒരാളെ കൂടി മാത്രമേ ഇനി കരക്കെത്തിക്കാനുള്ളൂ. പുറത്തുള്ള ആളുകളെല്ലാം തന്നെ, അവിടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. 4 പേരും സുരക്ഷിതരായി പുറത്തേക്ക് എത്തുന്ന കാഴ്ച കാണുന്നതിന് വേണ്ടി. 4ാമത്തെ ആളെ രക്ഷപ്പെടുത്തി എന്ന അപ്ഡേറ്റ് വരുന്നുണ്ട്. എന്തായാലും അവിടെ ചിറ്റൂർ പുഴയിൽ വട ഉപയോഗിച്ചായിരുന്നു ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം. അത് അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 4 പേരെയും ആ പാറയ്ക്ക് മുകളിൽ കുടുങ്ങിയ 4 പേരെയും രക്ഷപ്പെടുത്തിയെത്തി. അല്പസമയം മുമ്പാണ് അവർ പുഴയിൽ പതിവായി കുളിക്കുന്നവരാണെന്ന് തോന്നുന്നു. അവർ അങ്ങനെ പതിവ് കുളിക്കാൻ എത്തിയതാണ് പുഴയിൽ. പക്ഷേ ഇക്കുറി അങ്ങനെ ആയിരുന്നില്ല സാഹചര്യങ്ങൾ. പെരുമഴയാണ് പാലക്കാട്. ഈ സമയത്തും തുള്ളിമുറിയാത്ത വലിയ പെയ്ത്ത് പാലക്കാട് പെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് ചിറ്റൂർ പുഴയിലെ ജലനിരപ്പ് ഉയരുകയും ഒഴുക്കിന് ശക്തി പ്രാപിക്കുകയും ചെയ്തത്. അവർ ആ പാറയിലേക്ക് കയറുന്നത് മഹാഭാഗ്യം. മാത്രമല്ല അവർ ആ പാറയിൽ കയറി നിൽക്കുന്നതും കുടുങ്ങിപ്പോയതും വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കാനും ഒക്കെ കഴിഞ്ഞു. ഫയർഫോഴ്സ് വളരെ പെട്ടെന്ന് എത്തുകയും 4 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരെ കാണാം. ദൃശ്യങ്ങൾ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു. നേരെ അങ്ങോട്ടേക്ക് എത്തുകയും ആ രക്ഷാപ്രവർത്തനത്തിന് നേരിട്ട് തന്നെ മന്ത്രി സാക്ഷ്യം വഹിക്കുകയും നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുക. എന്തായാലും ഒഴിവായത് വലിയ ദുരന്തമാണെന്ന് ഉറപ്പായും പറയാം. കാരണം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് പോലെ ഉള്ളിലേക്ക് തോന്നുന്ന മുംബൈയിലെ ആ ദൃശ്യങ്ങൾ തന്നെയാണ്. എന്തായാലും അത് ഭാഗ്യം. അങ്ങനെയൊന്നും അനിഷ്ടമായതൊന്നും അഹിതമായതൊന്നും സംഭവിച്ചില്ല. 4 പേർ ചിറ്റൂർ പുഴയിൽ കുടുങ്ങി. രക്ഷാപ്രവർത്തകർ കൃത്യസമയത്ത് ഇടപെട്ടു. 4 പേരെയും ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.